ഇവിടെ ഈ വേദിയിലുള്ളൊരു സുഹൃത്തിന്റെ നാട്ടുകാരനായ ഒരാളെ പീസ്ഡയിൽ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അയാള് കാഴ്ച പരിമിതനായ ഒരാളാണ്. ഇവിടെ സൗദി അറേബ്യയിൽ 32ാമത്തെ വയസ്സിൽ അദ്ദേഹം ഇങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ ഒരു ദിവസം രാവിലെ ഭാര്യയോട് ഇങ്ങനെ ചോദിക്കുന്നത് ലേറ്റ് ഇടാതെ വണ്ടി എടുക്കണമെന്ന് ഇങ്ങനെ ചോദിക്കാം. അപ്പൊ ഒരു തമാശക്കാരനായതുകൊണ്ട് ഭാര്യ പറഞ്ഞു അങ്ങനെ പറഞ്ഞോട് എനിക്കൊരു തിരക്കുണ്ട് വേറെ. കുറെ കഴിഞ്ഞപ്പോൾ ഇങ്ങനെ തപ്പി എണീക്കണപ്പോഴാണ് ഭാര്യക്ക് മനസ്സിലായത്. ഉറങ്ങുമ്പോ കാഴ്ച ഉണ്ടായിരുന്നു, ഉണരുമ്പോ കാഴ്ച പോയി. അയാൾക്ക് പഠിച്ചോ കുറച്ച് സംരക്ഷണം എന്താ അറിയോ? അയാൾ നിരാശനായി സങ്കടപ്പെട്ട് കരഞ്ഞ് പെട്ടി പാക്കാക്കുന്നിടത്തേക്ക് അയാളുടെ അയാളുടെ ഓഫീസിലുള്ള ബോസ് വന്നിട്ട് പറഞ്ഞേ, നീ ഇവിടെ മുമ്പ് ചെയ്ത പണി അതേപോലെ ചെയ്യും, നിനക്ക് ഞാനൊരു സഹായിയെ കൂടി തരും, നിനക്ക് എന്താണോ ചെയ്യാൻ പറ്റത് ചെയ്യാം, എന്നാണോ കമ്പനിയുടെ റിട്ടയർമെന്റ് അന്ന് നീ പോവുക. നമുക്കൊക്കെ വലിയ പാടുണ്ട്. തൊഴിലാളികളെ കൈകാര്യം ചെയ്യണം കുറെ മനുഷ്യന്മാർ ഇവിടെ ഉണ്ടാവും. അവർക്കൊക്കെ വലിയ പാടുണ്ട് അതിലൊക്കെ. പ്രോഫിറ്റും മറ്റും മാത്രം നോക്കി നിർദ്ദേശം തരുന്ന സിഇഒമാരും ഓഫീസർമാരും ഒക്കെ ഉണ്ടാവും. നല്ലോണം ആലോചിച്ചോളി. അവര് ബിസിനസ് സ്കൂളിൽ നിന്ന് പഠിച്ച തിയറികൾക്ക് മധ്യത്തിൽ അവരിടുന്ന തിയറികളിലല്ല നമ്മുടെ ബിസിനസ് പോണത്. മറിച്ച് കയ്യിൽ കിട്ടുന്ന കറൻസിയുടെ എണ്ണമല്ല യഥാർത്ഥത്തിൽ, അതിലെ ബർക്കത്താണ് പ്രധാനം. ഞാൻ വർക്ക് ചെയ്തിരുന്ന സ്കൂളിന് മുമ്പിൽ ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഞാനൊന്ന് പാർട്ട് ടൈം ജോലി ചെയ്യുന്ന ആളാണ്. എറണാകുളത്തേക്ക് പോകണം, അത്ര ദൂരം പോകണം സ്കൂൾക്ക്. രാവിലെ പുറപ്പെട്ട് വൈകുന്നേരം തിരിച്ചു വരും. പാപ്പ രോഗിയായിരുന്നു, പാപ്പക്ക് ക്യാൻസർ ബാധിതനായിട്ട് കിടക്കായിരുന്നു. അപ്പൊ അങ്ങനെ സ്കൂളിൽ അവിടെ നിന്നാ നൃത്തം വരില്ല. നമ്മൾ പോരും, വൈകിയെത്തും. പാപ്പാക്ക് ട്യൂബ് ഫീഡിങ് അടക്കം നടക്കണേ ഒരു ഘട്ടമൊക്കെ ആയിരുന്നു. ഒന്നുമില്ല, ഒന്ന് എത്തി നോക്കി പാപ്പാനോട് 2 വർത്താനം പറഞ്ഞ് തിരിച്ചു പോകാനാണ് പോരുന്നത്. അപ്പോ എന്താ വെച്ചാൽ ഇങ്ങനത്തെ ഒരു സാലറി ആണല്ലോ, വളരെ ചെറിയൊരു സാലറി ഉള്ളൂ, ബസ്സിനോട് തന്നെ ഉണ്ടാവുള്ളൂ. സ്വാഭാവികമായിട്ട് നമുക്ക് കുറെ റിക്വയർമെന്റുകൾ ഉള്ള ഒരു സമയമാണ്. അപ്പൊ എനിക്ക് ഭയങ്കര ഈ ഒരു ഹദീസിന്റെ ഒരു അർത്ഥം ശരിക്കും മനസ്സിലായ ഒരു ദിവസമാണ് അത്. മൻഖാനത്തിൽ ആഖിറത്തു ഹമ്മുഹു, ഒരാളുടെ ലക്ഷ്യം പരലോകമാണെങ്കിൽ ജഅലല്ലാഹു ഗിനാ ഫീ ഖൽബിഹി, അല്ലാഹു അവന്റെ ഹൃദയത്തിൽ ഐശ്വര്യം ഇട്ട് കൊടുക്കും. വജമഅ ലഹു ശംലഹു, അവന്റെ പ്ലാനൊക്കെ പടച്ചവൻ ഏറ്റെടുത്തിട്ട് നടപ്പിലാക്കി തരും. ഈ മനുഷ്യന്റെ ചായക്കടയിലാകെ 2-3 കുപ്പിയിൽ കുറച്ച് മിഠായിണ്ട്, ചായ വാരും ഉപ്പ്, ഇങ്ങനത്തെ കാര്യങ്ങളുള്ളൂ. പക്ഷെ എന്ത് പ്രൗഡായിട്ടൊരു ജീവിക്കണേ. ഒരു കടല്ല, ഒന്നുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞ നമ്മളെടുത്ത് കിട്ടുന്ന പൈസന്റെ വലിപ്പൊന്നുമല്ല. അപ്പൊ ഈ മനുഷ്യന്റെ കാര്യത്തിൽ അദ്ദേഹം പറയാണ്, ഈ മനുഷ്യന്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞില്ലേ, കാഴ്ചപരിമിതന്റെ കാര്യത്തിൽ ഞാൻ ചെയ്ത പണിയൊക്കെ ഞാൻ തന്നെ ചെയ്തു തുടങ്ങി. ഈശ്വരുടെ ഏറിയ എപ്പിസോഡാണ്. ഞാൻ ചെയ്ത പണിയൊക്കെ ഞാൻ തന്നെ ചെയ്തു തുടങ്ങി, ഒരു പ്രശ്നമില്ലാതെ. എന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് ആ തൗഫീഖ്. അതാണ് സംരക്ഷണം എന്ന് പറയുന്നത്. നമ്മൾ കാര്യങ്ങളെ ദീനിയായിട്ട് എടുത്ത് ചിന്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനത്തെ നേട്ടം യഥാർത്ഥത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവും.